അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദിനാ വലിമശായിഖിനാ വലിഅസാതീദിനാ വലിമുസ്വന്നിഫി ഹാദൽ കിതാബി വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മൊത്തം മനുഷ്യര് ആഖിറത്തിൽ 3 വിഭാഗമായി തിരിയുമെന്നും ആ 3 വിഭാഗം അസ്ഹാബുൽ മൈമന അഥവാ അസ്ഹാബുൽ യമീൻ, മറ്റൊരു വിഭാഗം അസ്ഹാബുൽ മഷ്അമ അഥവാ അസ്ഹാബുൽ ഷിമാൽ, മറ്റൊരു വിഭാഗം അസ്സാബിഖൂൻ. ഈ 3 വിഭാഗങ്ങളിൽ സാബിഖീങ്ങളും അസ്ഹാബുൽ മൈമനയുമാണ് സ്വർഗപ്രവേശം നേടുന്ന വിശ്വാസികൾ. അവർക്കുള്ള നേട്ടങ്ങളും പ്രതിഫലങ്ങളും നരകാവകാശികളാവുന്ന അസ്ഹാബുൽ മഷ്അമക്ക് അല്ലാഹു തആല തയ്യാർ ചെയ്തിട്ടുള്ള ശിക്ഷകളുമാണ് അല്ലാഹു തആല പറയുന്നത്. അതിൽ സാബിഖീങ്ങളായ ആളുകൾ എല്ലാ ഖൈറാത്തുകളിലേക്കും സാബിഖ് മുൻകടക്കുന്ന ആളുകൾ. അമ്പിയാക്കളാണ് എല്ലാ ഖൈറാത്തിലേക്കും മുൻപ് കിടക്കുന്ന, എല്ലാവരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ. അല്ലെങ്കിൽ അമ്പിയാക്കന്മാർ തൗഹീദും കൊണ്ടുവരുമ്പോൾ, ദീനും കൊണ്ടുവരുമ്പോൾ ആ തൗഹീദിലേക്ക് പെട്ടെന്ന് തന്നെ മുൻകടന്ന ആളുകൾ, പ്രവാചകന്മാരുടെ കാലത്ത് തന്നെ വിശ്വസിച്ച ആളുകൾ. പല തഫ്സീറുമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ സാബിഖീങ്ങൾക്കുള്ള മഹത്വങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما وأصحاب اليمين ما أصحاب اليمين في سدر مخضود وطلح منضود وظل ممدود وماء مسكوب وفاكهة كثيرة لا مقطوعة ولا ممنوعة وفرش مرفوعة إنا أنشأناهن إنشاء فجعلناهن أبكارا عربا أترابا لأصحاب اليمين ثلة من الأولين وثلة من الآخرين. صدق الله العظيم. സാബിഖീങ്ങളായ ആളുകളെ കുറിച്ച് അല്ലാഹു തആല പറയുന്നത് ഉലൈക്കൽ മുഖറബൂന ഫീ ജന്നാത്തിൻ നഈം സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ അലാ സുറൂരിൻ മൗളൂന. അവർ മൗളൂനത്തായ കട്ടിലകളുടെ മേലിലായിരിക്കും. സ്വർണത്തിന്റെ കമ്പുകളെ കൊണ്ടും മുത്തുകൾ കോർത്തിണക്കിയിട്ടൊക്കെ നിർമ്മിക്കപ്പെട്ട അതിവിശിഷ്ടമായ കട്ടിലകളിലായിരിക്കും അവരുണ്ടാവുക. അവർ തന്നെ മുത്തക്കിഈന അലൈഹ, ആ കട്ടിലകളുടെ മേൽ ചാരിയിരിക്കുന്നവരായ സ്ഥിതിയിൽ, മുതഖാബിലീന, പരസ്പരം അഭിമുഖീകരിക്കുന്നവരായിട്ട് മുഖത്തോട് മുഖം മുന്നിട്ടുകൊണ്ട്, പരസ്പരം സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നിട്ടുകൊണ്ട് കട്ടിലകളിൽ ചാരിയിരുന്ന് ആനന്ദിക്കുന്നവരായിരിക്കും അവർ. ഹലാനി മിനൽ ളമീരി ഫിൽ ഖബർ അലാ സുറൂരിൻ മൗലൂന എന്ന അല സുറൂർ എന്ന ജാർ മജ്റൂർ ഖബറാണെന്ന് മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറഞ്ഞു.
ജാർ മജ്റൂർ ഖബറാകുമ്പോൾ തഅല്ലുഖ് മഹ്ദൂഫിനോടാണ്, ഖബർ കളയപ്പെട്ടതാണ്, സാബിത്തുൻ കായിനുൻ എന്നൊക്കെ സങ്കല്പിച്ചു കൊടുക്കണമെന്ന് നമ്മൾ നഹ്വിൽ പഠിച്ചിട്ടുണ്ട്. ആ സാബിത്തുൻ എന്ന ഇസ്മു ഫായിലിന്റെ അകത്ത് മുസ്തത്തിറായ ലമീറിൽ നിന്നും ഹാലാണ് മുത്തക്കിഇന. അവർ സുറൂറിന്റെ മേലിൽ, കട്ടിലകളുടെ മേലിൽ നിലകൊള്ളുന്നവരാണ് മുത്തക്കീങ്ങളായ സ്ഥിതിയിലും മുത്തഖാബിലീങ്ങളായ സ്ഥിതിയിലും. മാത്രവുമല്ല, ആ സാബിക്കീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല ഒരുക്കി വച്ചത് തീർന്നിട്ടില്ല. യതൂഫു അലൈഹിം, അവർക്കരികിലൂടെ അവരുടെ മേൽ കറങ്ങിക്കൊണ്ടേയിരിക്കും, ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ടേയിരിക്കും. ലിൽ ഖിദ്മ, അവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി. വിൽദാനും മുഖല്ലുദൂൻ, എല്ലാ സമയത്തും കുട്ടികളായിട്ട് തന്നെ നിലനിൽക്കുന്ന ആളുകൾ ഇവർക്കരികിലൂടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. വിൽദാനും, കുട്ടികൾ. മുഖല്ലദൂന, ആ കുട്ടികളായിട്ട് തന്നെ ശാശ്വതമാക്കപ്പെടും. അലാശക്കിലിൽ ഔലാദ്, കുട്ടികളുടെ രൂപത്തിന്റെ മേലിൽ തന്നെ ഖാലിദാക്കപ്പെടുന്ന കുട്ടികൾ. അഥവാ ലാ യഹ്രിമൂന, കാലം കഴിയുന്നതിനനുസരിച്ച് അവർക്ക് പ്രായം കൂടുകയില്ല, ശരീരത്തിലേക്ക് മാറ്റം വരികയില്ല, യൗവനത്തിലേക്ക് വരികയില്ല, വാർദ്ധക്യത്തിലേക്ക് വരികയില്ല. എന്നെന്നും കുട്ടികളായിട്ട് നിത്യബാല്യത്തിലുള്ളതായ ആളുകൾ ഇവർക്ക് ഖിദ്മത്തിന് വേണ്ടി കറങ്ങിക്കൊണ്ടേയിരിക്കും. ചുമ്മാ കറങ്ങി നടക്കുകയല്ല. ബി അക്വാബിൻ അഖ്ദാഹിൻ ലാ ഖുറലഹ, ലാ ഖുറൻ ലഹ, പിടികളില്ലാത്ത കോപ്പകളെ കൊണ്ട്. കൂബിന്റെ ജമ്മാണ് അക്വാബ്. കിദഹുൻ അഖ്ദാഹ്, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന കോപ്പകൾ. അത് തന്നെ എങ്ങനത്തെ കോപ്പകള്? ലാ ഖുറൻ ലഹ, ഉറിയത്ത് എന്ന് പറഞ്ഞാൽ പിടി. പിടിക്കാനൊക്കെ ചില കോപ്പകൾക്ക് ഉണ്ടാവില്ല, പിടിക്കാനൊരു പിടി. ആ പിടികളില്ലാത്ത കോപ്പകളെ കൊണ്ടും. ലാ ഖുറൻ ലഹ, ആ കോപ്പകൾക്ക് പിടികളില്ല, അങ്ങനത്തെ കോപ്പകൾക്ക് അക്വാബ് എന്ന് പറയാം, കൂബ്. അങ്ങനെയുള്ള കോപ്പകളെ കൊണ്ടും. വഅബാരീഖ, പിടികളുള്ളതായ കോപ്പകളെ കൊണ്ടും ഗ്ലാസുകളെ കൊണ്ടുമൊക്കെ. കെറ്റല്, ജവന എന്നൊക്കെ പറയാം. പാനപാത്രം, വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങൾ. വഅബാരീഖ ലഹാ ഖുറൻ വഖറാതീമു, ആ പാത്രങ്ങൾക്ക് ഉറിയത്തുകളുണ്ട്, പിടികളുണ്ട്. വഖറാതീമു, അതുപോലെ തന്നെ ഹുർത്തൂമുകളുമുണ്ട്. പഴയ കാലത്തൊക്കെ പറയും മൂക്ക് എന്ന്. ജഗ്ഗുകൾക്കും പഴയ കാലത്ത് ഓട്ടുകിണ്ടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനൊക്കെ ഉണ്ടാവില്ല ഒരു കാല്, വെള്ളം വരുന്ന ഒരു പൈപ്പ്. അങ്ങനെ വെള്ളം ഒഴുകി വരാൻ മൂക്കുകളോ പൈപ്പുകളൊക്കെ ഉള്ളതായ, പിടിക്കാൻ പിടികളുള്ളതായ പാനപാത്രങ്ങൾ, അതാണ് അബാരീഖ്. ആ അബാരീഖുകളെയും അക്വാബുകളെയും കൊണ്ട് നിത്യ ബാല്യത്തിൽ കഴിയുന്ന കുട്ടികൾ സാബിക്കീങ്ങൾക്കരികെ ഖിദ്മത്തിന് വേണ്ടി നടന്നുകൊണ്ടേയിരിക്കും, കറങ്ങിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല നിത്യമായ ഒരു ഉത്ഭവസ്ഥാനത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ശുദ്ധമായ മദ്യം നിറച്ച ഗ്ലാസുകളെ കൊണ്ടും. ബി അക്വാബിൻ വ അബാരിക വ കഅസിൻ, മൂന്നും ബാഇന്റെ മജ്റൂർ ബി അക്വാബിൻ എന്നതിലേക്ക് അത്ഫ്. വ കഅസിൻ ഐ ഇനാഇ ശുർബിൽ ഖംർ, കള്ള് കുടിക്കാനുള്ള പാത്രം, അതിന്റെ ഗ്ലാസുകൾക്കാണ് കഅസ് എന്ന് പറയാ, കള്ള് നിറക്കപ്പെട്ടത്. വ കഅസിൻ മിൻ മഈൻ, മഈൻ എന്ന് പറഞ്ഞാൽ ശുദ്ധമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന കള്ള്. ഇവിടെ ഉദ്ദേശം ഐ ഖംറിൻ ജാരിയത്തിൻ മിൻ മംബഇൻ, മംബഇ എന്ന് പറഞ്ഞാൽ ലർഫാണ്, നബഅ എന്ന് പറഞ്ഞാൽ നിർഗളിച്ചു, ഉത്ഭവിച്ചു, ഉറവയെടുത്തു. അതിന്റെ ലർഫ് മക്കാനാണ് മംബഇ. ഒരു ഉത്ഭവ കേന്ദ്രത്തിൽ നിന്ന് പൊട്ടിയൊലിച്ചുകൊണ്ടേയിരിക്കുന്ന, നിർഗളിച്ചുകൊണ്ടേയിരിക്കുന്ന, നിത്യമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന കള്ളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ ആവശ്യമായ ഗ്ലാസുകളെയും പിടികളുള്ളതും ഇല്ലാത്തതുമായ ഗ്ലാസുകളെ കൊണ്ടൊക്കെ കറങ്ങി നടക്കുന്ന കുട്ടികൾ അവർക്കിടയിൽ ഖിദ്മത്തിനുണ്ടാവും. എങ്ങനത്തെ ഖംറാണ്? മദ്യമാണ്. ലാ യൻഖതിഉ അബദ, ഒരിക്കലും അത് മുറിയുകയില്ല, അവസാനിക്കുകയില്ല, വറ്റുകയില്ല. ആ ഉത്ഭവ സ്ഥാനത്തിൽ നിന്ന് ആ മദ്യം പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ നമ്മൾ ദുനിയാവിൽ കാണുന്ന, നമ്മൾ കേട്ട് പരിചയിച്ച അല്ലെങ്കിൽ കണ്ടിട്ടുള്ളതായ മദ്യമല്ല ആഖിറത്തിലെ മദ്യം. ലാ യുസദ്ദഊന അൻഹ, ആ മദ്യത്തിന്റെ കാരണത്തിനാൽ അവർക്ക്
തലവേദനകളോ തലകറക്കങ്ങളോ നൽകപ്പെടുകയില്ല. വലാ യുൻസിഫൂന വലാ യൻസഫൂന, രണ്ട് ഖിറാഅത്തുമുണ്ട്, ബിഫത്ഹി സായി വകസ്രിഹ. മിൻ നസഫ ശാരിബു വ അൻസഫ. നസഫ ശാരിബു എന്നും പറയാറുണ്ട്, അൻസഫ ശാരിബു എന്നും പറയാറുണ്ട്. രണ്ടിന്റെയും അർത്ഥം ഒന്ന് തന്നെ. ഐ ലാ യഹ്സുലു ലഹും മിൻഹാ, ലാ യഹ്സുലു ലഹും, ഈ കള്ള് കുടിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയില്ല, ഹാസിലാവുകയില്ല, മിൻഹാ, ഈ ഖംർ കാരണത്തിനാൽ, സുദാഉൻ, തലവേദന, വലാ ദഹാബു അഖ്ലിൻ, മസ്താബലും ഉണ്ടാവുകയില്ല, മസ്തും ഉണ്ടാവുകയില്ല. വലാ ദഹാബു അഖ്ലിൻ, ബുദ്ധി പോവുക, ബുദ്ധി മറിയുക എന്നതുണ്ടാവില്ല. നസഫ ഷാരിബു എന്ന് പറഞ്ഞാൽ കുടിയൻ മസ്തായി എന്നാണ് അർത്ഥം. അൻസഫ ഷാരിബു എന്ന് പറഞ്ഞാലും അത് തന്നെ അർത്ഥം. അപ്പോൾ ലാ യുസദ്ദഊന അൻഹ, ആ മദ്യത്തിന്റെ കാരണത്തിനാൽ അവർക്ക് തലവേദനിപ്പിക്കപ്പെടുകയില്ല. വലാ യുൻസിഫൂന, അല്ലെങ്കിൽ വലാ യൻസഫൂന, അവര് മസ്താവുകയുമില്ല, അവരുടെ ബുദ്ധി മറിയുകയുമില്ല, അവർക്ക് ഇസ്കാർ ഉണ്ടാവുകയുമില്ല. ബിഖിലാഫി ഖംരി ദുനിയ, ദുനിയാവിലെ മദ്യങ്ങൾക്ക് മാറ്റമായിട്ട്. അത് കുടിച്ചാൽ ഛർദി ഉണ്ടാവും, തലകറക്കുണ്ടാവും, തലവേദന ഉണ്ടാവും, ബുദ്ധി മറിയും. ഇതൊക്കെ നമ്മൾ കേട്ടനുഭവിച്ചതാണ്. അങ്ങനെയുള്ള കള്ളല്ല ആഖിറത്തിലുള്ള കള്ള്. ആ കള്ളുകൾ കുടിക്കാനുള്ള പെഗ്ഗുകളുമായിട്ടും ജഗ്ഗുകളുമായിട്ട് ചെറിയ ചെറിയ സുന്ദരന്മാരായ കുട്ടികൾ ഇവർക്കരികെ കറങ്ങിക്കൊണ്ടേയിരിക്കും. വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂന, അവർ തെരഞ്ഞെടുക്കുന്ന, അവരിഷ്ടപ്പെടുന്ന പഴങ്ങളിൽപ്പെട്ട മുന്തിയ ഇനം ഫാക്കിഹത്ത്, ഫ്രൂട്ടുകളെ കൊണ്ടും ഇവർ കറങ്ങി നടക്കും. അപ്പോ ഒരു ഫംഗ്ഷനിലോ ഒരു പരിപാടിക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവുമല്ലോ, അതുപോലെ ഖിദ്മത്തിനായിട്ട് കറങ്ങി നടക്കുന്ന ധാരാളം കുട്ടികൾ. അവരുടെ കയ്യിൽ ഖംറുണ്ടാവും, വെള്ളമുണ്ടാവും, വെള്ളത്തിന്റെ കൂജകളും ഗ്ലാസുകളും പാത്രങ്ങളും ജഗ്ഗുകളും ജവനകളും, കഴിക്കാൻ ആവശ്യമായ വ്യത്യസ്ത ഇനം നമുക്ക് താല്പര്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റുന്ന ഫാക്കിഹത്തുകൾ, ഫ്രൂട്ടുകൾ. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂന, അവരാശിക്കുന്ന, അവർക്ക് ശഹ്വത്തുള്ള, ആശിക്കുന്ന തരത്തിലുള്ള, ആശിക്കുന്നതിൽപ്പെട്ട പക്ഷി മാംസങ്ങളും. ത്വയ്റെന്ന് പറഞ്ഞ പക്ഷി, അവകളെ കൊണ്ടും ഈ കുട്ടികൾ കറങ്ങി നടക്കും. ആ കുട്ടികളുടെ കയ്യിൽ അതൊക്കെ ഉണ്ടാവും. ഏറ്റവും സോഫ്റ്റായ മാംസമാണ് പക്ഷികളുടേത്. സ്വർഗത്തിൽ സ്വർഗാവകാശികൾക്ക്, അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരായ ആളുകൾക്ക് പക്ഷിമാംസം ഭക്ഷിപ്പിക്കപ്പെടുമെന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പറയുന്നത്, വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂന, അവരാശിക്കുന്നതിൽപ്പെട്ട പക്ഷിമാംസവും കൊണ്ട് ഈ കുട്ടികൾ നടക്കും. വലഹും, ആ സാബിക്കീങ്ങൾക്കുണ്ട്, ലിസ്തിംതാഅ്, അവർക്ക് ആനന്ദിക്കാൻ, സുഖിക്കാൻ വേണ്ടി അവർക്കുണ്ട്. എന്ത്? ഹൂറുൻ ഈനുൻ, ഹൂറുൻ ഈൻ ഉണ്ട്. ഹൂർലീങ്ങൾ നമ്മൾ പറയുന്ന അത്. ഹൂറുൻ ഈൻ മുബ്തദാ മുഅഖർ, ലഹും ഖബർ മുഖദ്ദം, മുഫസ്സിർ റഹ്മത്തുള്ളാഹി സങ്കല്പിച്ചു കൊടുത്തു. വലഹും, സാബിക്കീങ്ങൾക്കുണ്ട്, ഹൂറുൻ ഈനുൻ, ഹൂറുൽ ഈനുകളുണ്ട്. ഹൂർ എന്ന് പറഞ്ഞാൽ നിസാഉൻ ശദീദാതു സവാദിൽ ഉയൂനി വ ബയാദിഹ, നിസാഉൻ സ്ത്രീകൾ, ശദീദാതു സവാദിൽ ഉയൂൻ, കണ്ണുകളുടെ കറുപ്പ് അതിശക്തമായത്, കൃഷ്ണമണിയുടെ, വ ബയാദിഹ, കൃഷ്ണമണി അല്ലാത്ത ഭാഗങ്ങളുടെ വെളുപ്പോ, അതിശക്തമായ വെളുപ്പ്, ഒരു കലർപ്പുമില്ലാത്ത നല്ല വെളുത്ത കണ്ണുകളിൽ കറുകറുത്ത കൃഷ്ണമണിയുള്ള സ്ത്രീകൾ. ഈനുൻ ലിഖാമുൽ ഉയൂനി, നല്ല തടിച്ച കണ്ണുകളും ശരീരങ്ങളുമുള്ള സുന്ദരികളായ അപ്സരസ്സുകളായ സ്ത്രീകൾ. വഹൂറുൻ ഈനുൻ ലഹും ഹൂറുൻ ഈൻ, ആ സാബിക്കീങ്ങൾക്ക് ഹൂറുൻ ഈൻ ഉണ്ട്, അപ്സരസ്സുകളായ സുന്ദരികളായ സ്ത്രീകൾ അവർക്കുണ്ട്. മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറഞ്ഞത് ഒരു തഫ്സീറാണ്. ഹൂർ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത് പ്രകാശിക്കുന്ന ശരീരമുള്ളവര്, ഈനുൻ കണ്ണുകളിൽ അതിശക്തമായ കറുപ്പും വെളുപ്പുമുള്ളവര് എന്ന് തഫ്സീർ പറഞ്ഞവരുമുണ്ട്. ഏതായാലും ഈനുൻ എന്ന പദം കുസിറത്ത് ഐനുഹു, ഈൻ എന്നതിലെ ഐനിക്ക് കസർ ചെയ്യപ്പെട്ടു. ബദല ലമ്മിഹ, ലമ്മിനിക്ക് പകരം കസർ കൊണ്ടുവരപ്പെട്ടത്. ലി മുജാനസത്തിൽ യാഇ, യാഇനോട്
യോജിക്കാൻ വേണ്ടിയിട്ടാണ്. യാനോട് യോജിപ്പുള്ള ഹറക്കത്ത് ലൊമ്മല്ല കസ്റായതുകൊണ്ടാണ്, ആ വർഗത്തോട് യോജിക്കാൻ വേണ്ടിയിട്ട്. ഐനൻ എന്നത് ജംആണ്. വ മുഫ്രദുഹു ഐനാ, ഐനാ എന്നാണ് ജംഅ്. ഐനാ എന്നതാണ് മുഫ്രദ്. ഹംറാ പോലെ, ഹംറാ ചുവന്നവൾ, അതേ വസ്നാണ് ഐനാ. ഹംറാഇന്റെ ജംഅ് വരാറുള്ളത് ഹുംർ, ഫുഇൽ വസ്നിക്കാണ് ജംഅ് വരിക. അപ്പൊ അതുപോലെ ഇവിടെ ഐനാഇന്റെ ജംഅ് ഓയിന് എന്ന് വരണം. ഐനിക്ക് ലമ്മു യാനിക്ക് സുക്കൂന്. ഫുഇൽ ഹുംർ മോഡല് ഓയിന്. അത് ഉച്ചരിക്കൽ പ്രയാസമാണ്, കാരണം യാനോട് യോജിപ്പ് ലമ്മത്തല്ല കസ്റത്തായതുകൊണ്ട് ഐനിന്റെ ലമ്മ് മാറ്റിയിട്ട് കസ്റാക്കി. അതാ പറയുന്നത് കുസിറത്ത് ഐനുഹു ബദല ലമ്മിഹ. ഐൻ എന്നതിലെ ഐനിക്ക് ലമ്മിന് പകരം കസ്ർ കൊടുത്തു. അസ്ൽ പ്രകാരം ലമ്മായിരുന്നു വരേണ്ടത്. അത് യാനോട് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഹൂറുൻ ഈനുൻ എന്ന് മർഫു ആയിട്ടുള്ള ഖിറാഅത്ത് നമ്മൾ പറഞ്ഞു മുബ്തദയാണ്. ലഹും എന്ന ഖബർ കളയപ്പെട്ടു. സാബിക്കീങ്ങൾക്ക് അപ്സരസുകളായ സുന്ദരികളായ സ്ത്രീകളുണ്ട്. എന്നാൽ ഫീ ഖിറാഅത്തിൻ ബിജരി ഹൂരിൻ ഈനിൻ, ഹൂറുൻ ഈൻ എന്നല്ല ഹൂരിൻ ഈനിൻ എന്ന് മറ്റൊരു ഖിറാഅത്തും ഉണ്ട്. എങ്ങനത്തെ അപ്സരസുകളാണ്? ഹുർലിങ്ങളാണ്. കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്ത് സംരക്ഷിക്കപ്പെട്ട, ഒരു കലർപ്പും അഴുക്കും പുരണ്ട് പോവാത്ത, ഒരഴുക്കുകളും ഏൽക്കാത്ത, അത്രയും നല്ല രീതിയിൽ ചിപ്പിക്കകത്ത് സൂക്ഷിക്കപ്പെട്ട മുത്തുകളെ പോലോത്ത അപ്സരസുകളായ സുന്ദരികളായ സ്ത്രീകൾ. ഹൂർലിങ്ങളുടെ വിശേഷണം പറയാ. കഅംസാലിൽ ലുഅ്ലുഇ, മുത്തുകളെ പോലോത്ത ഹൂർലിങ്ങൾ. എങ്ങനത്തെ മുത്തുകൾ? അൽ മക്നൂനി അൽ മസൂനി, അവകളെ കാക്കപ്പെട്ടിട്ടുണ്ട്, പുറത്തെടുക്കപ്പെട്ടിട്ടില്ല. ചിപ്പിക്കകത്ത് സൂക്ഷിക്കപ്പെട്ടതായ മുത്തുകളിൽ ഒരഴുക്കും പുരണ്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ അഴുക്കുകളൊന്നുമില്ലാത്ത സുന്ദരികളായ സ്ത്രീകൾ ഇതവർക്കുണ്ട്. ജസാഅൻ, അവർ ചെയ്ത സുഹൃതങ്ങൾക്ക് ജസാ ആയിട്ട് പ്രതിഫലം നൽകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം അല്ലാഹു തആല അവർക്ക് നൽകും. മഫ്ഊൽ ലഹു അല്ലെങ്കിൽ ഔ മസ്ദറുൻ, മഫ്ഊൽ മുത്ലഖാക്ക. മസ്ദർ എന്ന് പറഞ്ഞാൽ മഫ്ഊൽ മുത്ലഖ്. വൽ ആമിലു മുഖദ്ദറുൻ, ആമിൽ കളയപ്പെട്ടു. ഐ ജഅൽനാഹും, മഫ്ഊൽ ലഹു ആക്കിയാലും മസ്ദർ എന്ന് പറഞ്ഞാൽ മഫ്ഊൽ മുത്ലഖാക്കിയാലും ജസാഅൻ എന്നതിന്റെ തർക്കീബ് ലഹു ആവട്ടെ മുത്ലഖ് ആവട്ടെ എന്തായാലും ആമിൽ കളയപ്പെട്ടു, ഫീൽ കളയപ്പെട്ടു. ഐ ജഅൽനാ ലഹും, സാബിക്കീങ്ങൾക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. മാദുക്കിറ, പറയപ്പെട്ടതെല്ലാം ആക്കിയിട്ടുണ്ട്. ലിൽ ജസാഇ, പ്രതികാരവും പ്രതിഫലവും നൽകാൻ വേണ്ടി. അഫുല്ലഹു അല്ലെങ്കിൽ ഔ ജസൈനാഹും, നമ്മൾ അവർക്ക് പ്രതിഫലം നൽകും. ജസാഅൻ, ഒരു പ്രതിഫലം നൽകൽ, പ്രതിഫലം നൽകും. ഒരു അടി അടിച്ചു, ലറബ്തു ലർബൻ, അതാണ് മഫ്ഊൽ മുത്ലഖ്. അതുപോലെ ജസൈനാഹും ജസാഅൻ, നമ്മൾ അവർക്കൊരു മഹത്തായ പ്രതിഫലം നൽകൽ, പ്രതിഫലം നൽകും. എന്തിന്? ബിമാ കാനൂ യഅമലൂന, അവരുടെ പ്രവർത്തനങ്ങൾക്ക് പകരം, അവർ ദുനിയാവിൽ ചെയ്ത സുഹൃതങ്ങൾക്ക് പകരം. ലാ യസ്മഊന ഫിഹ, അവർ കേൾക്കുകയില്ല. ഫിഹ ഐ ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല. ലഗ്വൻ ഫാഹിശൻ മിനൽ കലാമി, അശ്ലീല സംസാരങ്ങളൊന്നും അവർക്ക് കേൾക്കേണ്ടി വരില്ല. വലാ തഅസീമൻ, മുഷിപ്പിലാക്കുന്ന, കുറ്റം നൽകുന്ന, ഇസ്മ നൽകുന്ന വാക്കുകളും, അവിടെ കുറ്റമൊന്നും ഉണ്ടാവില്ല. കുറ്റത്തിൽ അകപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളും അവർ കേൾക്കില്ല. മായി ഉസമു, കുറ്റത്തിൽ അകപ്പെടുത്തുന്ന വാക്കുകളും അവർക്ക് അവിടെ കേൾക്കേണ്ടി വരില്ല. അപ്പൊ പാഴ്വാക്കുകളോ അശ്ലീല വാക്കുകളോ അനാവശ്യ സംസാരങ്ങളോ ഒന്നും അവിടെ കേൾക്കില്ല. ഇല്ല ലാക്കിൻ, എങ്കിലും. ഇസ്തിസ്ന മുങ്കത്തിയാണെമ്പോഴാണ് ലാക്കിൻ എന്ന് തഫ്സീർ എടുക്കുക. ഇല്ല എങ്കിലും, ഖീലൻ ഐ ഖൗലൻ, ഖൗല് എന്നതിന്റെ അതേ അർത്ഥത്തിലുള്ള മറ്റൊരു മസ്ദർ തന്നെയാണ് ഖീലൻ. ഖാല യഖൂലു ഖൗലൻ, ഖീലൻ, മഖാലൻ, ഇങ്ങനെയൊക്കെ മസ്ദറുകളുണ്ട്. ഖീലൻ സലാമൻ, 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 സലാം, സലാം എന്ന ഖൗലല്ലാതെ അശ്ലീല വാക്കുകളോ തെറ്റുകുറ്റങ്ങൾ ചൊയപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകളോ അനാവശ്യ സംസാരങ്ങളോ പാഴ്വാക്കുകളോ ഒന്നും അവർക്ക് അവിടെ കേൾക്കേണ്ടി വരില്ല. അവർ കേൾക്കുകയില്ല. സലാം, സലാം എന്ന് ഇല്ല. ഖീലൻ, ഒരു വാക്കൊഴികെ, അതായത് സലാമൻ, സലാമൻ എന്ന വാക്കൊഴികെ. ബദലും മിൻ ഖീലൻ, ഖീലൻ എന്നതിൽ നിന്ന് ബദൽ. സലാം, സലാം എന്ന് എല്ലാവർക്കും സമാധാനം, ശാന്തി
എന്ന് പല തഫ്സീറുകളുമുണ്ട്. അല്ലെങ്കിൽ ബാലിനോട് സലാം പറയലല്ലാതെ നിരക്ക സലാമുകൾ ഇങ്ങനെ കേൾക്കാം, വേറെ വാക്കൊന്നും കേൾക്കില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാബിക്കങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ബാലിനോട് ഇങ്ങനെ സലാം പറയലല്ലാതെ അത് കേൾക്കലല്ലാതെ അനാവശ്യ സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല. ഫഇന്നഹും യസ്മഊന, അവർ ഈ സലാം കേൾക്കും. അസ്ഹാബുൽ യമീൻ, ഇതാണ് സാബിക്കങ്ങൾക്കുള്ള ജസാ. ഇനി അസ്ഹാബുൽ മൈമനക്കുള്ളത് പറയുകയാണ്. അസ്ഹാബുൽ മൈമന എന്ന് പറഞ്ഞാൽ വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന നേരത്തെ പറഞ്ഞു, അവരെയാണ് ഇനി പറയുന്നത്. അസ്ഹാബുൽ യമീനി, അവിടെ അസ്ഹാബുൽ മൈമന എന്ന് തന്നെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതേ അർത്ഥം തന്നെ അസ്ഹാബുൽ യമീനി. മാ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീൻ വലത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ. മാ അസ്ഹാബുൽ യമീൻ, എന്താണ് അവരുടെ സ്ഥാനം? മഹത്തായ സ്ഥാനത്തല്ലേ അവർ ഫീ സിദിരിൻ മഖ്ലൂദ്, ഫീ സിദിരിൻ ഷജരിൻ നബ്കി, നബ്ക് മരങ്ങളിലാണ് അവർ ഉണ്ടാവുക. മഖ്ലൂദിൻ, നബ്ക് മരം, ഇലന്ത മരം എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു തരം ആപ്പിൾ കായ്ക്കുന്ന മരം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം പറയാറുള്ളത്. സ്വർഗത്തിലുള്ള ഒരു പ്രത്യേക മരമാണ്. ആ മരത്തിലായിരിക്കും അവരുണ്ടാവുക. മഖ്ലൂദില്ല ശൗക ഫീഹി, മഖ്ലൂദ് എന്ന് പറഞ്ഞാൽ മുള്ളുകളെല്ലാം ഒഴിവാക്കപ്പെട്ടതായ സിദർ മരത്തിലാണ് അവർ ഉണ്ടാവുക. ദുനിയാവിലുള്ള സിദർ മരത്തിനും നബക്ക് മരത്തിനും മുള്ളുകളുണ്ട്. ഇതങ്ങനെയല്ല. മഖ്ലൂദിൻ, മുള്ളുകളെല്ലാം ഒഴിവാക്കപ്പെട്ട മരം. മഖ്ലൂദിന്റെ അർത്ഥമാണ് ലാ ശൗക ഫീഹി, അതിൽ ശൗക്കില്ല, മുള്ളുകളില്ല, അങ്ങനത്തെ മരങ്ങൾ. പിന്നെയോ ഒരു അഅറാബി ഒരിക്കല് നബി തങ്ങളടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, അസ്ഹാബുൽ യമീനിലേക്ക് സ്വർഗത്തില് അവരെ എടങ്ങേറാക്കുന്ന മരങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഏതാണത്? കാല അസ്സിദുറു, വാക്കിയ സൂറത്തില് ഫീ സിദിരിൻ എന്ന് പറയുന്നില്ലേ? ഫഇന്നലഹു ശൗക്കൻ മുഅ്ദിയൻ, അത് നല്ല മുള്ളുള്ള മരമല്ലേ? മുള്ളുള്ള മരമാകുമ്പോൾ അത് ശരീരത്തിൽ തറക്കില്ലേ? അത് ബുദ്ധിമുട്ടാക്കില്ലേ? അപ്പൊ അവർക്ക് സുഖമല്ലല്ലോ ഉണ്ടാവുക, പ്രയാസമല്ലേ ഉണ്ടാവുക എന്നൊക്കെ ഒരു അഅറാബി ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, അവലൈസ യഖൂലു ഫീ സിദിരിൻ മഖ്ലൂദ്, സിദിരിൻ എന്ന് മാത്രമല്ലല്ലോ മഖ്ലൂദ് എന്നും അല്ലാഹു തആല പറയുന്നില്ലേ എന്ന് നബി തങ്ങൾ അഅറാബിയോട് ചോദിച്ചു. ഖലദല്ലാഹു ശൗക, അല്ലാഹു തആല അതിന്റെ മുള്ളുകളെല്ലാം ഒഴിവാക്കും. എന്നിട്ട് ഫജഅല മകാന കുല്ലി ശൗകത്തിൻ സമ്ര, ആ മുള്ളുകളെല്ലാം ഉണ്ടായിടത്തെല്ലാം പഴങ്ങൾ അല്ലാഹു തആല നിറക്കും. അങ്ങനത്തെ ഒരു വ്യത്യസ്ത മരമാണ് സിദർ. അപ്പൊ സിദർ മഖ്ലൂദ് എന്ന് പറഞ്ഞാൽ മുള്ളുകളെല്ലാം ഒഴിവാക്കപ്പെട്ട ആ സ്ഥാനത്ത് പഴങ്ങൾ നിറക്കപ്പെട്ടതായ മരം. ആ മരത്തിലാണ് അവർ ഉണ്ടാവുക എന്ന് നബി തങ്ങളുടെ ഹദീസ്. മാത്രമല്ല മഖ്ലൂദ്, അതിലാണ് അവരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ടും അതിൽ ആനന്ദിച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ അപ്പൊ അതുകൊണ്ട് ഉപകാരമെടുത്തിട്ടും അതിലെ പഴങ്ങൾ ഭക്ഷിച്ചിട്ടും അവർ മുന്നോട്ട് പോകും. ഷജറിൽ മൗസി, മൗസ് എന്ന് പറഞ്ഞാൽ പഴം, നമ്മളെ വാഴപ്പഴം. മൻദൂദിൻ ബിൽ ഹംലി മിൻ അസ്ഫലിഹി ഇലാ അഅലാഹു, താഴ്ഭാഗത്തിൽ നിന്നും മുകൾ ഭാഗം വരേക്കും ഹംലുകളൊക്കെ ഉള്ള, ചീർപ്പുകളുള്ള, പടലകളുള്ളതായ വലിയ വ്യത്യസ്ത രൂപത്തിലുള്ള വാഴപ്പഴങ്ങൾ. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കദളിപ്പഴം, സ്വർഗത്തിലുള്ള കദളിപ്പഴം, ചെങ്കദളിയും മറ്റു കദളിയൊക്കെ ഉണ്ടല്ലോ, വാഴപ്പഴാണല്ലോ അത് എന്ന് തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി പാടുന്നില്ലേ? ഇത് വെച്ചിട്ടായിരിക്കും അദ്ദേഹം അത് പാടിയത്. ഏതായാലും നല്ല വാഴക്കുലകളിലുമായിരിക്കും അവർക്ക് അതുകൊണ്ടും ഉപകാരമെടുക്കാൻ കഴിയും. വദില്ലിൻ മംദൂദ്, നിത്യമായി വിധാനിക്കപ്പെട്ട, ദായിമിൻ, നിത്യമായി വിധാനിക്കപ്പെട്ട, പരത്തപ്പെട്ട തണലുകളിലും തണുപ്പുകളിലുമായിരിക്കും അവർ. വമാഇൻ മസ്കൂബിൻ, നിത്യമായി ഒഴുകുന്ന, ജാരിൻ ദായിമൻ, ദായിമായി ഒഴുകുന്ന വെള്ളത്തിലും. ഒരു കലർപ്പുണ്ടാവില്ല, കെട്ടിക്കിടക്കുമ്പോഴാണ് വെള്ളം
മലിനമാവുക. നല്ല ശുദ്ധമായ വെള്ളം, ഇതൊക്കെ അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടും ഈ തണല് എടുത്തുകൊണ്ടും പഴങ്ങളും മറ്റ് മരങ്ങളൊക്കെ അതിന്റെ ഉപയോഗങ്ങളൊക്കെ നേടിയെടുത്തുകൊണ്ടായിരിക്കും അവരുണ്ടാവുക. വഫാക്കിഹത്തിൻ കസീറ എന്നല്ല, വഫാക്കിഹത്തിൻ കസീറ, ധാരാളം വ്യത്യസ്ത ഫ്രൂട്ടുകളിലും പഴങ്ങളിലുമായിരിക്കും അവര്. ലാ മഖ്തൂഅത്തിൻ, എങ്ങനത്തെ പഴങ്ങള്, സുഖങ്ങള്. ലാ മഖ്തൂഅത്തിൻ, അതൊന്നും ഒരു കാലത്തും അവസാനിക്കുകയില്ല. ലാ മഖ്തൂഅത്തിൻ ഫീ സമനിൻ, ഒരു കാലത്തും അത് മുറിയുകയില്ല, അവസാനിക്കുകയില്ല. ദുനിയാവിലെ പഴങ്ങൾക്ക് സീസൺ ഉണ്ട്. എല്ലാ കാലത്തും മാങ്ങ ഉണ്ടാവില്ല, എല്ലാ കാലത്തും ചക്ക ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല. ലാ മഖ്തൂഅത്തിൻ ഫീ സമനിൻ, ഒരു കാലത്തും അവസാനിക്കാത്ത. വലാ മംനൂഅത്തിൻ ബി സമനിൻ, വിലയുടെ കാര്യത്തിലോ മറ്റു കാരണങ്ങളെ കൊണ്ടോ ഒരാൾക്കും തടയപ്പെടുകയില്ല. കിട്ടാത്തതിന്റെ പേരിലോ ഉയരത്തിലായതിന്റെ പേരിലോ അല്ലെങ്കിൽ കാശ് കൊടുക്കാനില്ലാത്തതിന്റെ പേരിലോ ഒന്നിന്റെ പേരിലും ഈ പഴങ്ങളെ അസ്ഹാബുൽ യമീനിക്ക് തടയപ്പെടുകയില്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അത് ലഭിക്കും. ലാ മംനൂഅത്തിൻ, അതിനൊരിക്കലും തടയപ്പെടുകയില്ല. മാത്രമല്ല, അവർ പിന്നെ ഏതെല്ലാം അനുഭൂതിയിലാണ്. വഫുറുശിൻ മർഫൂഅത്തിൻ, മികച്ച കട്ടിലുകളുടെ മേൽ, അലസുറൂർ, കട്ടിലുകളുടെ മേലിൽ ഉയർത്തി വിധാനിക്കപ്പെട്ട, മർഫൂഅത്ത് ഉയർത്തപ്പെട്ട, ഉയർത്തി വിധാനിക്കപ്പെട്ട മെത്തകളിലും വിരിപ്പുകളിലുമായിരിക്കും അവർ. ഒരു തഫ്സീർ. അല്ലെങ്കിൽ അവർക്ക് നല്ല ഉന്നത സ്ഥാനത്തിലേക്ക് ഉയർത്തപ്പെട്ടതായ ഫുറുഷുകൾ, വിരിപ്പുകൾ അഥവാ ഇണകൾ എന്നും തഫ്സീർ പറഞ്ഞവരുണ്ട്. ഉന്നത ഇണകൾ അവർക്കുണ്ടാവും. ആ ഇണകളിലേക്കാണ് ഇനി ഹുന്ന എന്നുള്ള ലമീർ മടങ്ങുന്നത് എന്നൊരു കൂട്ടം മുഫസ്സിരീങ്ങൾ. ഹുന്നയുടെ ലമീർ അല്ലെങ്കിൽ ഹുന്ന നേരത്തെ പറഞ്ഞ ഹൂർലീങ്ങളിലേക്ക്. ഇന്ന അൻശഅനാഹുന്ന ഇൻശാ, നിശ്ചയം നമ്മൾ, അൻശഅനാ, നമ്മൾ സൃഷ്ടിച്ചു, നമ്മൾ നിർമ്മിച്ചു, ഹുന്ന, ആ ഇണകളെ, ആ ഹൂർലീങ്ങളെ, ഇൻശാഅൻ, നമ്മൾ ഒരു നിർമ്മിക്കൽ അങ്ങ് നിർമ്മിച്ചു. നമ്മുടേതായ നിർമ്മിക്കലാണത്. അത് ദമ്പതികൾക്ക് ജനിക്കുന്ന, പ്രസവിച്ച് ഉത്ഭവിക്കുന്ന ഹൂർനീങ്ങളല്ല, ഇണകളല്ല. പിന്നെയോ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാ, നമ്മൾ നേരിട്ട് പ്രത്യേക തരത്തിൽ അവിടുന്ന് പടക്കുന്ന സൃഷ്ടികളാണത്. ഐ അൽ ഹൂറുൽ ഈനു, ഹൂറുൽ ഈനാണ് ഇവിടെ ഉദ്ദേശം. ഇന്നാ അൻശഅനാഹുന്ന ഐ അൽ ഹൂറൽ ഈന, ഹൂറിൻ ഈങ്ങളെ നമ്മൾ പടക്കും. മിൻ ഗൈരി വിലാദത്തിൻ, പ്രസവമൊന്നുമില്ലാതെ, ഒരു ഉമ്മ പ്രസവിച്ചിട്ട് ഉണ്ടാവുന്നതല്ല ഹൂർനീങ്ങൾ. പിന്നെയോ പ്രത്യേകിച്ച് അള്ളാഹു തആല പടക്കുന്ന പ്രത്യേക സൃഷ്ടികളാണ്, ദുനിയാവിലെ സ്ത്രീകളല്ല എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാ ഒരു ഹദീസിലുണ്ട്, ദുനിയാവിലെ സ്ത്രീകളെ അള്ളാഹു തആല ഹൂർനീങ്ങളാക്കി മാറ്റും, മുന്തിയ ഈ ഹൂർലീങ്ങൾക്കുള്ള വസ്ഫുകളെ പോലെ ആക്കി മാറ്റും. അതവരുടെ ഉമ്മ പ്രസവിക്കുന്ന രൂപത്തിലല്ല, പ്രത്യേക രൂപത്തിൽ അള്ളാഹു തആല ദുനിയാവിലെ സ്ത്രീകളെ, സ്വർഗപ്രവേശം നേടുന്ന സ്ത്രീകളെ ആഖിറത്തിൽ മുന്തിയ ഹൂർനീകളാക്കി, അപ്സരസുകളാക്കി മാറ്റും. 33 വയസ്സ് പ്രായക്കാരായ ആളുകളാക്കി മാറ്റും. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അള്ളാഹു തആല നമ്മൾ നേരിട്ടൊരു പടക്കൽ പടച്ചതാണ് ആ ഹൂർനീങ്ങളെ. അത് ദുനിയാവിലെ സ്ത്രീകളാവട്ടെ അല്ലെങ്കിൽ സ്വർഗത്തിൽ സെപ്പറേറ്റ് ദുനിയാവിലെ സ്ത്രീകളല്ലാത്ത പ്രത്യേക സ്ത്രീകളാവട്ടെ, ഏതായാലും രണ്ടു കൂട്ടരും ഒരുപോലെ ആയിരിക്കുമെന്ന് ഹദീസിലുണ്ട്. അപ്പൊ പുരുഷന്മാർക്ക് ഹൂർനീങ്ങൾ ഉണ്ടാവും, സ്ത്രീകൾക്കോ സ്ത്രീകൾ തന്നെയാണ് ഹൂർനീങ്ങൾ എന്ന് മനസ്സിലാക്കാം ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അള്ളാഹു തആല അതിന്റെ വിശേഷണങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് ഹൂർനീങ്ങൾ അള്ളാഹു തആല പടക്കുന്നത്? ഫജഅൽനാഹുന്ന, അങ്ങനെ നമ്മൾ ആ സ്ത്രീകളെ പടച്ചു. അബ്കാറൻ ഐ അദാറ, അദാരി രണ്ടും വായിക്കാം. അദാറ, കന്യകകളായിട്ട്, അതും നിത്യകന്യകകളായിട്ട്. കുല്ലമാ അതാഹുന്ന അസ്വാജുഹുന്ന, എപ്പോഴെല്ലാം അവരുടെ ഭർത്താക്കളും ഇണകളും അവരിലേക്ക് പോകുന്നുണ്ടോ, ചെല്ലുന്നുണ്ടോ, ആ ചെല്ലുന്ന ഘട്ടങ്ങളിലെല്ലാം വജദൂഹുന്ന, ഭർത്താക്കന്മാർ ഇണകളെ എത്തിക്കും. അദാറ, കന്യകകളായിട്ട്. എല്ലാ സമയത്തും കന്യകകൾ. എത്ര പ്രാവശ്യം അവര് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഈ ഹൂർനീങ്ങളുടെ കന്യകത്വം നീങ്ങുകയില്ല. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെ നമ്മളെ ബിക്റുകളാക്കി മാറ്റി. അവരൊരിക്കലും സയ്യിബാകുന്നില്ല. ഒരു പ്രാവശ്യം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സയ്യിബായാൽ വീണ്ടും പോകുമ്പോഴേക്ക് വീണ്ടും ബിക്റാവുകയാണ്. വീണ്ടും ബന്ധപ്പെടുമ്പോൾ അപ്പോഴും ബിക്റായി മാറുകയാണ്. അതാ നിത്യകന്യകകളാക്കിയിട്ട് നമ്മൾ അവരെ മാറ്റി.
എന്നാൽ അവർ ബന്ധപ്പെടുമ്പോൾ കന്യകത്വം നീങ്ങി രണ്ടാമത് ബന്ധപ്പെടുമ്പോഴേക്ക് കന്യകളായി തന്നെ വീണ്ടും അവര് മാറുകയാണ്. ഈ കന്യകത്വം നീങ്ങുമ്പോൾ വലാ വജ്, അവിടെ വേദനകളൊന്നുമില്ല. അങ്ങനെ നിത്യ കന്യകങ്ങളായിട്ട് പടച്ച അപ്സരസ്സുകൾ. ഉറുബൻ ബിളമ്മിർ റാഇ വസുകൂനിഹാ ഉർബൻ, ഉറുബൻ ജംഉ ഉറൂബിൻ. വഹിയ എന്താണ് ഉറുബൻ എന്ന് പറഞ്ഞാല്? വഹിയൽ മുതഹബ്ബിബത്തു ഇലാ സൗജിഹാ ഇശ്ഖൻ ലഹാ. ഭർത്താക്കളോട്, ഇണകളോട് അങ്ങേയറ്റത്തെ അനുരാഗം കാരണത്താൽ അവരെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പ്രേമിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ. സ്നേഹസമ്പന്നരായ സ്ത്രീകളായിട്ട്, നിത്യ അബ്കാറുകളായിട്ട് നമ്മൾ അവരെ പടച്ചു. നിഷ്കളങ്കമായ നിഷ്കപടമായ പ്രേമവും സ്നേഹവുമായിരിക്കും അവർക്ക്. അത്രാബായ ഉറുബായ അബ്കാറുകൾ. അത്രാബ് എന്ന് പറഞ്ഞാൽ ജംഉ തിർബിൻ ഐ മുസ്തവിയാത്തിൻ ഫിസ്സിന്നി, സമപ്രായക്കാരായ, എല്ലാവരും ഒരേ പ്രായക്കാര്, പ്രായം കൂടുകയില്ല. അതും നമ്മൾ ആ രീതിയിലുള്ള അത്രാബുകളായ സമപ്രായക്കാരായ സ്നേഹസമ്പന്നരായ നിത്യകന്യകകളായ സ്ഥിതിയിൽ നമ്മൾ ആ ഹൂറിൻ ഈങ്ങളെ, അപ്സരസ്സുകളെ പടച്ചു. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പടച്ചത്? ലി അസ്ഹാബിൽ യമീൻ, വലത് കൈയിൽ ഏടുകൾ നൽകപ്പെടുന്ന മഹാഭാഗ്യവാന്മാർക്ക് വേണ്ടി. സ്വിലത്തു അൻശഅ്നാഹുന്ന, അൻശഅ്നാഹുന്നയുടെ സ്വിലയാണ്, അഥവാ അതിനോട് ചേർന്നതാണ്, അതിനോടാണ് ഇതിന്റെ താഴലുക്ക് എന്നർത്ഥം. ലി അസ്ഹാബി ജാറും ജുറൂർ അല്ലേ? ഇന്ന അൻശഅ്നാഹുന്ന, ആ ഹൂറിൻ ഈങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു. ലി അസ്ഹാബിൽ യമീൻ, അല്ലെങ്കിൽ ഔ ജഅൽനാഹുന്ന, അല്ലെങ്കിൽ അതിനുശേഷം ഫജഅൽനാഹുന്ന അബ്കാറൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ജഅൽനായുടെ സിലയും ആക്കാം, അപ്പൊ അതിനോട് താലൂക്കും ആക്കാം. ഫജഅൽനാഹുന്ന, അങ്ങനെ നമ്മൾ പടക്കുമ്പോ ഫജഅൽനാഹുന്ന, ആ ഹൂറിൻ ഈങ്ങളെ നമ്മൾ ആക്കി. അബ്കാറൻ ഉറുബൻ അത്റാബൻ, അത്റാബും ഉറുബും അബ്കാറുകളുമാക്കി. ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ആക്കിയത്? ലി അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനിക്ക് വേണ്ടി. ഈ അസ്ഹാബുൽ യമീൻ എങ്ങനെയാണ്? സാബിക്കീങ്ങൾ പറഞ്ഞു, സാബിക്കൂന നമ്മുടെ ഉമ്മത്തിൽ കുറവാണ്, മുൻ ഉമ്മത്തിൽ ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞു. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളായ നമ്മുടെ നബിയുടെ ഉമ്മത്തിൽ സാബിക്കൂൻ കുറവാ. എന്നാൽ അസ്ഹാബുൽ യമീനോ, അവരെ പറ്റി അല്ലാഹു തആല പറയുന്നു, വഹും, സാബിക്കൂന നമ്മുടെ ഉമ്മത്തിൽ കുറവാണ്, മുൻ ഉമ്മത്തിൽ ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞു. സുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ, പിൻഗാമികളായ നമ്മുടെ നബിയുടെ ഉമ്മത്തിൽ സാബിക്കൂൻ കുറവാ. എന്നാൽ അസ്ഹാബുൽ യമീനോ, അവരെ പറ്റി അല്ലാഹു തആല പറയുന്നു, വഹും, അവർ സുല്ലത്തും മിനൽ അവ്വലീന, മുൻഗാമികളിലും വലിയ സംഘമാണ്, വസുല്ലത്തും മിനൽ ആഖിരീൻ,